ആരാധനയോഗ്യനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തുതി 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 സ്തുതി. ശബനാരിവനം വിലവാശികവാണി. പിതാവേ, മഹത്വം 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 മഹത്വം. ഓ ബലവാനെ, ജയോത്സവമായി നടത്തുന്നവനെ, ജയോത്സവമായി നടത്തുന്നവനെ, എണ്ണി എണ്ണി സ്തുതിപ്പാൻ. ഹല്ലേലൂയ, എണ്ണി എണ്ണി മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, ഞങ്ങളുടെ കൂടെയുള്ളവനെ, ധൈര്യം നൽകുന്നവനെ, ജയം നൽകുന്നവനെ. ശബാരിവനം ബസകാരിബലശമനം വിലകാസികവാരിവനം വിലക. Praise the Lord. Hallelujah, 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 hallelujah. അനുഗ്രഹത്തിനധിപതിയെ ശബാരി ബല സംബേ ഖമന ശക്കാരി ബല ജംബസമനം വിലവ. ഓ സകലത്തെ നിർമ്മിച്ചവനെ, സകലത്തിനെയും കാരണഭൂതനായവനെ, സകലവും നന്മയായി ചെയ്യുന്നവനെ, സകലവും നന്നായി ചെയ്യുന്നവനെ. ഹല്ലേലൂയ. ശക്കാരി ബല ശംബാരി ബലം ബിസം വിലവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സന്ധ്യാസമയം, ഞായറാഴ്ച സന്ധ്യാസമയം കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ 2024 വർഷം സെപ്റ്റംബർ മാസം 8-ാം തീയതി സന്ധ്യാസമയത്ത് നമ്മുടെ സ്വന്തം ചെറിയ ഹല്ലേലൂയ നമ്മുടെ സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളെ ഇന്നത്തെ ഈ കൂട്ടായ്മ ആരംഭിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങളെല്ലാവരും നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം സെപ്റ്റംബർ മാസം 8-ാം തീയതി രണ്ടാമത്തെ ഞായറാഴ്ചയുടെ സന്ധ്യാസമയം വീണ്ടും ഞങ്ങളുടെ സന്നിധിത്താവെ അല്പജനമായി ഞങ്ങൾക്ക് അല്പസമയം കൂടുവാൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സാവകാശങ്ങളും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ആരാധന യോഗ്യനായ, സ്തുതിക്ക് യോഗ്യനായ, മഹത്വത്തിന് യോഗ്യനായ സർവശക്തനായ ദൈവത്തെ, പിതാവായ ദൈവത്തെ, പുത്രനായ യേശുക്രിസ്തുവിനെയും അതേ പവിത്രമാ മുഖാന്തരം താവെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെല്ലാം കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ചല്ലോ. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് വഹിച്ച മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രാർത്ഥനാ സഹകാരികളെയും കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ചതായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം സ്തോത്രം അതേ അപ്പാ, ഞങ്ങളുടെ പകലത്തെ ആരാധനകൾക്ക് സഭാകൾക്ക് ശേഷം വീണ്ടും ഞങ്ങളുടെ സന്നിധിയിൽ അതാവെ കൂടുവാൻ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കിയല്ലോ. ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്ന അതാവെ, സഭകൾക്കായി പ്രാർത്ഥിക്കുന്ന, രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്ന, ലോകമുള്ള വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കുന്ന, ഇസ്രായേൽ സമാധാനം അനേക ജീവിതങ്ങൾ അതേ സ്വയം കുടുംബങ്ങൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ, രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, ഐസിയിലും ഓപ്പറേഷനുകളൊക്കെ വിധേയപ്പെടുമ്പോൾ, അതിൽ മറ്റനേക താവെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരായി, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരായി, ഭവനങ്ങളെ നഷ്ടപ്പെട്ടവരായി, ഒന്നുമില്ലാതെ ആശങ്കയിലായിരിക്കുന്ന ജനങ്ങൾ നാളത്തെക്കുറിച്ച് എന്തായിത്തീരുമെന്ന് താവെ ഒരു അതേ ഹല്ലേലൂയ സ്ഥിരബോധമില്ലാതെ ജീവിക്കുന്നവർ അതാവെ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം ആരോഗ്യം ആയുസ് നൽകിനായി സ്തോത്രം. എല്ലാ നന്മകളായി ഞങ്ങളെ നിറച്ചനായി, ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നപ്പോൾ ഞങ്ങളുടെ സഭകൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന, പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ഇന്നത്തെ ആവ്യ സന്ധ്യാസമയം അല്പസമയം ദൈവസംഗീ ഇരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകമായി ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസ്യ താവേ സ്വതം എഫീസനോജനായി സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ ആത്മാവ് താവെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. താവെ ദൈവസംഗീ താവെ പ്രാപിച്ച താവെ ആലോചന ഹല്ലേലൂയ. ദൈവസഭയിൽ താവെ പങ്കുവെക്കുമ്പോൾ തനിക്കും തന്റെ കുടുംബത്തിനും ദൈവസഭയ്ക്ക് താവെ സ്തോത്രം അത് കേൾക്കുന്ന ഞങ്ങൾക്കും മാത്രമല്ല താവെ ഇതിന് അലകൾ എവിടൊക്കെ കടന്നു പോകണമെന്ന് അന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന അവിടെ എല്ലാം അയച്ച് അത് അനുഗ്രഹമാക്കി വിടലാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതാവ് ആഗ്രഹിക്കുന്ന താവെ ദൈവമക്കളെ ദേവദാസന്മാരെ അങ്ങ് കൂട്ടിവരുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി താവ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശരീരങ്ങൾ, കുടുംബങ്ങളിൽ, സഭകളിൽ പ്രവർത്തനങ്ങളും താവ് എല്ലാം കണ്ട് സന്തോഷിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവങ്ങൾ കൂടുതലായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവെ സ്വമർന്ന വിഷയങ്ങൾക്കായി സ്തോത്രം. ഇന്ന് താവെ സന്ധ്യാസമയം താവെ ആലയത്തിലും താവെ ഭവനങ്ങളിലും ഓൺലൈനിൽ നടത്തുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങളെയും കഥാധാളം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. അല്ലെങ്കിൽ ഒരു ആത്മീയഗീതം ദിവസങ്ങളിൽ അതേ സ്വന്തം പാടിക്കത്താണ് സ്തോത്രം ചെയ്യാം. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം
കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട അങ്ങേ നിന്റെ ആണിയാൽ പീഡിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ ആണിയാൽ പീഡിച്ചെടുത്തു. അവന് നീളം തന്നു പാപത്തിൻ കര പോക്കി. അവന് നീളം തന്നു പാപത്തിൻ കര പോക്കി. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോൾ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോൾ. മധ്യമനുഗ്രഹം ചെയ്തിടാമെന്നോര. മധ്യമനുഗ്രഹം ചെയ്തിടാമെന്നോര. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആദിമ നൂറ്റാണ്ട് നിന്ദാസ മർക്കോസിൻ മാളികയിൽ. ആദിമ നൂറ്റാണ്ട് നിന്ദാസ മർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മാധ്യത്ത്. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മാധ്യത്ത്. നിൻ ശക്തിയായി ചീടുക അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തിയായി ചീടുക അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാപ്പാരെ ബസഖാര ബാലെ ശബ ബാരെ ബാനെ ബസദാ. ബാരെ ബാരെ ബശബാരെ ബാരെ സൈബ ആശയ ബാരെ ബപാലാജാ. വൈ ബാല ശൈബാര ബാല ബസൈ ബാല ആദിവാദിവ ശപരാ. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആദിനാദേ സാഗിര. വൈ ബാല ശോഭര ബാല ബാലെ ബസൈബ ആശയ ബാരെ ബാല ബാല മേ ബസാരാദേ ആബാല. ഹല്ലേലൂയ സ്തുതി ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധനേ രാജാതിരാജാവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരാധ്യയോഗ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് സന്ധ്യാസമയം വീണ്ടും സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യാൻ കർത്താവ് നമുക്ക് കരുണ ചെയ്തല്ലോ. ഹല്ലേലൂയ, അവൻ്റെ കൃപ പകർന്നല്ലോ. സ്തോത്രം. ആരോഗ്യം ആയുസ്സും കർത്താവ് നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അത് ഇന്നത്തെ നമ്മുടെ സ്തോത്രം കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരുവാൻ ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, സഭാപ്രവർത്തനങ്ങൾക്ക്, ദേശങ്ങൾക്ക് വിടലായി തീരട്ടെ. ചെറിയ കൂട്ടമാണെങ്കിലും ഹല്ലേലൂയ, വലിയവനായ ദൈവമാണ് നമ്മുടെ മധ്യേ ഉള്ളത്. കർത്താവിൻ്റെ വലിയ ദൈവത്തിൻ്റെ ആത്മാവാണല്ലോ നമ്മളെ നിയന്ത്രിക്കുകയും നമ്മുടെ നടുവിൽ അതേ സ്തോത്രം ഹല്ലേലൂയ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണ്, വിവിധ ജില്ലകളിൽ നമ്മളായിരിക്കുന്നു എങ്കിലും അതേ വലിയവനായ ദൈവത്തിൻ്റെ അതേ പരിശുദ്ധാത്മാവ് സകലത്തെ നിയന്ത്രിക്കുന്ന, സകലത്തെ ഭരിക്കുന്ന, ഹല്ലേലൂയ സകലത്തെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ ഇന്ന് സന്ധ്യാസമയത്തും അതേ നടക്കുകയും ആ നിമിത്തമായി അനുഗ്രഹം പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മൾ തന്നെ സമർപ്പിച്ച് ദിവസം പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ഇന്നത്തെ
കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേശത്തെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കും. കേരളത്തിന് വേണ്ടിയും ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഭവനങ്ങളെ നഷ്ടപ്പെട്ടവരായ അനേക ജീവിതങ്ങൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകമെമ്പാടുമുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാമ്പിൽ വസിക്കുന്ന അനേകർ, അത് മഴക്കെടുതി നിമിത്തം, ചൂടിൻ്റെ അനുഭവം നിമിത്തം, വെള്ളപ്പൊക്കത്തിൻ്റെ അനുഭവം നിമിത്തം, അത് കൊലപാതകങ്ങൾ, ആത്മഹത്യ നിമിത്തം ഒക്കെ ജനങ്ങൾ ആശങ്കയിലായിരിക്കുന്നു. ഭാവി എന്തായിത്തീരുമെന്ന് അറിയാതെ അത് ലക്ഷക്കണക്കിന് യൗവനക്കാരാണ് സ്തോത്രം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ രാജ്യത്തൊക്കെ ആയിരിക്കുന്നത്. അതാണ് സ്വതാവിലെ ദൈവപ്രവൃത്തി ദിവസങ്ങൾ ശക്തിയോടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ, അത് സ്വരാജക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കൽപ്പനയുണ്ടല്ലോ. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വസ്ഥ സമാധാന ജീവിതം കഴിക്കേണ്ടത് നമ്മൾ സഭയിലെ അതേ ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു അതേ സ്തോത്രം ഹല്ലേലൂയ സഭാ അതേ കൂട്ടായ്മകൾ അവർ നയിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, രോഗിയുടെ കർത്താവ് ഇന്ന് സന്ധ്യാസമയം അത് സൗഖ്യമാക്കുവാൻ, നമ്മോട് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടവർ, നമ്മളോട് പലരും പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടവരെയും നമുക്ക് എല്ലാവരെയും പേരെടുത്ത് പറയാൻ സാധിക്കില്ല. എന്നാൽ പൊതുവെ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു വാക്കില്ല, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് അത് ഈ സന്ധ്യാസമയം നമ്മൾ ഒരുമിച്ച് ആത്മാവെ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യം, വിടുതൽ ആവശ്യമുള്ളവർക്ക് വിടുതൽ, ആശ്വാസം ആവശ്യമുള്ളവർക്ക് ആശ്വാസം, ധൈര്യം ആവശ്യമുള്ളവർക്ക് ധൈര്യം ഒക്കെ കർത്താവ് നൽകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ഇന്നത്തെ യോഗത്തിന് അനുഗ്രഹത്തിന് വേണ്ടി അത് പ്രാരംഭത്തിൽ ജോണച്ചാൻ പ്രാർത്ഥിക്കും. കൂട്ടത്തിൽ നമ്മുടെ ഭജന ശുശ്രൂഷയുണ്ട്. ഭജന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താനദാസി മെഫി സനോജ് പാസ്റ്ററിൻ്റെ കർത്തദാസിയാണ് ഇന്ന് ഭജന ശുശ്രൂഷിക്കുന്നത്. കർത്താനാത്മാ തന്നെയും ബലപ്പെടുത്തുവാൻ തന്നെ ഓർത്ത് ആവശ്യത്തോർത്ത് പ്രാർത്ഥിക്കാം. ജോണച്ചാൻ പ്രാരംഭത്തിൽ അത് പ്രാർത്ഥിച്ച് ശേഷം ലിൻഡോ പാസ്റ്റർ പ്രാർത്ഥനയെ നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സർവ്വലോകത്തിന്റെ അധിപനായ ഞങ്ങളുടെ നല്ല കർത്താവേ, വാത്സല്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന കൃപകളെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ഗ്രൂപ്പിലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. കർത്താവെ, കൂടാതെ ദേവദാസൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ കരം നിങ്ങളേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രളയത്താൽ ഭാരപ്പെട്ട ജനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട അനേകർ ഉണ്ടല്ലോ കർത്താവെ. അവർ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരുവാനുള്ളതിനെ ഓർത്ത് സന്തോഷിക്കുവാൻ തക്ക നിലയിൽ കർത്താവെ അവരെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ലഭിക്കേണ്ടത് കർത്താവെ ഹല്ലേലൂയ അനേകരെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കർത്താവെ. തക്ക സമയത്ത് അവരെ കരങ്ങളിൽ എത്തിച്ചേരുവാൻ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പറയപ്പെട്ട എല്ലാ വിഷയങ്ങളിലേക്കും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ രാജ്യങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരെല്ലാം സമാധാനം വയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ അറിയാനുള്ളവർ ക്രിസ്തുവിനെ അറിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വളരെയധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ രാത്രിയിലും അങ്ങയുടെ തീരുമാനപ്രകാരം അങ്ങയുടെ പാദപീഠത്തിങ്കിലടിയങ്ങൾക്കായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകലില് വിശുദ്ധ സഭായോഗമായിട്ട് വിവിധയിടങ്ങളിൽ കൂടി വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഈ രാത്രിയിലും അടിയങ്ങൾ കർത്താവെ അങ്ങയുടെ മുൻപാകെ ആയിരിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും കേൾക്കുന്ന, അതിന് തക്കതായ സമയങ്ങളിൽ കർത്താവെ വിടുതൽ നൽകുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, സ്തോത്രത്തോടെ അങ്ങയുടെ അഭിഷക്തദാസൻ പറഞ്ഞ വിഷയത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ പലവിധമാകുന്ന പ്രയാസങ്ങളിൽ കൂടെ, ബുദ്ധിമുട്ടുകൾ കൂടെ, വേദനകളിൽ കൂടെ, നിലവിളിയിൽ കൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, മക്കൾ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവമേ, അവിടെ എല്ലാം ദൈവത്തിന്റെ പരിപാലനം ഉണ്ടാകുവാൻ, ദൈവത്തിന്റെ കൃപയുണ്ടാകുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. കർത്താവ് എല്ലാവരെയും സഹായിക്കണം. പലവിധമാകുന്ന പ്രതിസന്ധികൾ കൂടെ, രോഗത്തിലൂടെ, മറ്റു മഴക്കെടുതികൾ കൂടെ, മറ്റുള്ള കർത്താവെ മാറാവ്യാധികളിൽ കൂടെ എല്ലാം കടന്നു പോകുന്നവർക്കെല്ലാം സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ആശ്വാസകനായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കൃപ എല്ലാ മേഖലകളിലും അങ്ങ് വ്യാപരിപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ഹൃദയങ്ങളെ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് അനുകൂലമാക്കി കർത്താവെ തിരിച്ചുമാറാകണമേ. സുവിശേഷത്തിന് അനുകൂലമാകുന്ന രീതിയിൽ ദൈവപ്രവൃത്തിയെ കർത്താവ് വെളിപ്പെടുത്തുന്ന നിലയിൽ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന നിലയിൽ
കർത്താവെ, അവരുടേതായ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ സഭ നേതൃത്വങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമാകുന്ന രീതിയിൽ കർത്താവെ, സഭയെ മുൻപോട്ട് നയിപ്പാൻ, പ്രസ്ഥാനങ്ങളെ മുൻപോട്ട് നയിപ്പാൻ അഭിഷക്തന്മാരെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ. വിവിധയിടങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തദാസന്മാർ, സ്ഥലസഭകൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, കുടുംബം, കർത്താവെ, എല്ലാ സഭയിലുള്ള എല്ലാ ദൈവമക്കൾ, വിശ്വാസ ജീവിതങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരോടും കർത്താവെ, അങ്ങയുടെ കൃപ കാണിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വിശേഷാൽ ഇന്ന് സന്ധ്യയുടെ വേളയിൽ അങ്ങയുടെ വചനവുമായിട്ട് ഞങ്ങളുടെ മധ്യേ നിലകൊള്ളുന്ന അങ്ങയുടെ ദാസിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയോടെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ കർത്താവെ ഞങ്ങളുടെ മധ്യേ പ്രസ്താവിപ്പാൻ അങ്ങയുടെ ദാസിയെ സഹായിക്കണമേ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കർത്താവെ, അതിശ്രേഷ്ഠകരമാകുന്ന മുത്തുകളെ ഞങ്ങൾക്ക് നൽകി തരുവാൻ, ശക്തമേറിയ വചന വെളിപ്പാടിനെ ഞങ്ങൾക്ക് പകരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന അഭിഷക്തദാസനായിട്ട് സ്തോത്രം. അനുഗ്രഹീതമാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കർത്താവെ, ഈ ശുശ്രൂഷകളെ മുൻപോട്ട് നയിപ്പാൻ അഭിഷക്തനെ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്നും അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, വിവിധയിടങ്ങളിലായിരിക്കുന്ന സകലരെയും കർത്താവെ, അങ്ങ് ഈ രാത്രിയിലും അനുഗ്രഹിക്കുമാറാകണം. വചനത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാകുന്ന ആലോചനകൾ സ്വർഗത്തിലെ കർത്താവെ അങ്ങ് നൽകി തരുമാറാകണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇതിന്റെ മറുപടികൾ കർത്താവെ, വചനത്തിലൂടെയുള്ള ഞങ്ങളുടെ ഉത്തരങ്ങൾ കർത്താവെ, ഞങ്ങൾക്കുള്ള മറുപടികൾ, ഞങ്ങളുടെ വിടുതലുകൾ, ഞങ്ങളുടെ സൗഖ്യം കർത്താവെ എല്ലാം അങ്ങ് ഞങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. അതെല്ലാം പ്രാപിച്ച് സന്തോഷത്തോടെ കർത്താവെ ആയിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദേവദാസി ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാം മഹത്വം നാഥ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച ടോണച്ചായനും ലിൻഡോ പാസ്റ്ററേയും കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് സ്തോത്രം. ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയം കൂടി പ്രാർത്ഥിപ്പാൻ, അത് സോണിയ സഹോദരി ലിൻഡോ പാസ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞ ശേഷമാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ സോണിയ സഹോദരി ലൈനിലുണ്ടോ? ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജയിലിൽ അടയ്ക്കപ്പെട്ട അനേക ദേവദാസ ദൈവമക്കളെ വെച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അത് ലോകമെമ്പാടും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് അനേക ദേവദാസന്മാർ വെറും ഒരു വർഷം വിശ്വാസത്തിൽ വന്ന് പാസ്റ്റർ ആക്കിയവരുണ്ട്. കാരണം വേറെ അവർക്ക് പഠിക്കാൻ സാവകാശമില്ല, ബൈബിൾ സ്കൂളില്ല. പക്ഷേ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട് ഒരേ വർഷം വന്നിട്ട് അവരെ പാസ്റ്റർമാരാക്കി അവരെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് സന്ധ്യാസമയം നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. 5 മാസം 6 മാസമൊക്കെ ഗർഭിണികളായ സഹോദരിമാരെ പിടിച്ചുകൊണ്ട് പോകുന്ന, അവരെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ദേശത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. അതേ സ്വാതന്ത്ര്യം ഉള്ള സഭകൾ, പാസ്റ്റർമാർ, ദൈവമക്കൾ, അവരാരും അതേ സഭായോഗത്തെ അതേ ഉപേക്ഷയായി വിചാരിക്കാതെ, മടി പിടിച്ചിരിക്കാതെ അവർ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നാണ് അവരെ പ്രാർത്ഥന. അവർക്ക് വിടുതൽ കിട്ടണമെന്ന ഉള്ള വിഷയമല്ല, ഉപരിയായി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ സന്ധ്യാസമയം നമുക്ക് അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവരെ ബലപ്പെടുത്തുവാൻ, അവരെ കുഞ്ഞുങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ, 1 വയസ്സ് 2 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ, അതേ സ്തോത്രം, അവരൊക്കെ അവരെ അപ്പനമ്മമാരെ പീഡിപ്പിക്കുന്ന അനുഭവം കണ്ണാൽ കണ്ടാണ് അവർ വളർന്നത്. അവരെ ആ കുഞ്ഞുങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ ബലപ്പെടുത്തുവാൻ ശക്തിയിരിപ്പാൻ. അതേ വലിയ ദൈവപ്രതി. മാത്രമല്ല മറുവശത്ത് ഒരു വിഷയം കൂടി, അതേ അനാഥരായ വിധവമാരായ പാസ്റ്റർമാർ, എല്ലാവരും എല്ലാ പാസ്റ്റർമാരെ മാത്രം വിധവമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള മരിച്ചുപോയ പാസ്റ്റർമാരെ പല കാരണം കൊണ്ട്, അത് മരിച്ചുപോയ പാസ്റ്റർമാരെ, വിധവമാരെ, ഭാര്യമാരെ വഹിച്ച് പ്രാർത്ഥിക്കാം. അവരെ മക്കളെ വഹിച്ച് പ്രാർത്ഥിക്കാം. അവരെ അപ്പനില്ല, അവർക്ക് സഭാ ശുശ്രൂഷയില്ല, അവർക്ക് ശുശ്രൂഷ ഒന്നുമില്ല, അപ്പം പോയോണ്ട് എന്ത് ചെയ്യും എന്ന ആശങ്കയിൽ ജീവിക്കുന്ന അനേക അങ്ങനെയുള്ള അതേ സഹോദരിമാരുണ്ട്, മക്കളുണ്ട്. അവരെ വഹിച്ചും കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറയപ്പെട്ട 2 വിഷയങ്ങൾ സ്വതം ചുരുക്കമായിട്ട് വേഗത്തിൽ സഹോദരി പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കും. സോദരം വാഗ്ദത്തങ്ങൾക്കും വിശ്വസിനും ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കട്ടെ കർത്താവേ. ഈ സന്ധ്യാവേളയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സഭായോഗത്തിന് ശേഷം
വീണ്ടും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ കൂടി വരുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ഈ പറയപ്പെട്ട വിഷയങ്ങളെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുവിശേഷം നിമിത്തം കർത്താവെ അനേക ദൈവദാസന്മാർ കർത്താവെ ഹല്ലേലൂയ ദൈവമേ ജയിലിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ഏറ്റവും ആശ്വാസമായി തിരുവനന്തയെ സഹായിക്കണമെന്ന് കർത്താവെ. എത്രയും വേഗം കർത്താവെ അവരുടെ ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങുവാൻ തക്കവണ്ണം കർത്താവിനുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾ അനുകൂലമാക്കി കൊടുക്കണം. അത് നിമിത്തം കർത്താവെ പ്രയാസത്തിലായിരിക്കും അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ക്രിസ്തു നിമിത്തം കർത്താവെ സുവിശേഷത്തിന് വേണ്ടി അവർ അനുഭവിക്കുന്ന എല്ലാ നിന്ദയ്ക്കും കഷ്ടതയ്ക്കും പരിഹാസത്തിനും ജയിൽവാസത്തിനും ഒക്കെയുള്ള പ്രതിഫലം കർത്താവ് സ്വർഗവും ദൈവം കൊടുത്ത ദൈവം അവരുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. സഭകൾക്ക് ദൈവമേ സ്വാതന്ത്ര്യ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ദൈവമേ കർത്താവെ. സഭായോഗത്തെ ആരോപേക്ഷയായി വിചാരിക്കാതെ എല്ലാവരും കർത്താവെ സഭായോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവമേ എല്ലാവരും സഹായിക്കുമ്പോഴാകണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ദൈവമേ സുവിശേഷ നിമിത്തം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അനാഥരായി പോയിട്ടുള്ള സഹോദരിമാരുണ്ട്, അമ്മേൻ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ കർത്താവെ. അവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ പ്രയാസത്തിലൊക്കെ അവരും കർത്താവെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കൂടെ ഇരിക്കണം. തക്ക സമയത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി കൊടുത്ത കർത്താവ്. കുടുംബങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ, സമാധാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവ്. ഈ വിഷയങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവ് ഘടകങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകർത്തനായ സ്തോത്രം. ജന്മിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും